UDFിനെ വിടാതെ പിന്തുടരുകയാണ് വയനാട്ടിൽ കെ സുരേന്ദ്രൻ. പ്രചരണത്തിലുടനീളം എന്തിനും ഏതിനും രാഹുലിനെയും കോൺഗ്രസിനെയും വിമർശിക്കുകയാണ് നേതാവ്. തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFിനെ പിന്തുണയ്ക്കാനുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ നീക്കം അപകടകരമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷനും വയനാട് NDA സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രന്റെ പുതിയ വാദം. രാജ്യത്ത് കലാപമുണ്ടാക്കുകയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് എന്നും തുറന്നടിച്ചിരിക്കുകയാണ് നേതാവ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലടക്കം മതഭീകരവാദികളുടെ പിന്തുണ സ്വീകരിക്കുകയാണ് UDF. രാഹുൽ ഗാന്ധി നയം വ്യക്തമാക്കണം. കൊലപാതകം നടത്താൻ വിദേശത്ത് പരിശീലനം ലഭിച്ച ഭീകര സംഘടനയുടെ പിന്തുണ എങ്ങനെയാണ് കോൺഗ്രസ് തേടുന്നത്? 4 വോട്ടിനു വേണ്ടി രാജ്യ താൽപര്യം ഹനിക്കുന്ന നിലപാടിൽ രാഹുൽ മറുപടി പറയണം. ആലോചിച്ച് തീരുമാനം പറയുമെന്നാണ് VD സതീശൻ പറയുന്നത്. ഭീകരവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ എന്താണിത്ര ആലോചിക്കാൻ? എല്ലാവരുടെയും വോട്ടിന് ഒരേ വിലയാണെന്നാണ് MM ഹസൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ രാജ്യദ്രോഹികളെയും കൂട്ടുപിടിക്കുകയാണ് രാഹുൽ ഗാന്ധിയും സംഘവും ചെയ്യുന്നതെന്നും കെ സുരേന്ദ്രൻ വാദിച്ചു. അവിലും മലരും കരുതിക്കോ, കുന്തിരിക്കും കരുതിക്കോ എന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വംശഹത്യ ചെയ്യുമെന്ന മുദ്രാവാക്യം മുഴക്കിയവരാണ് പോപ്പുലർ ഫ്രണ്ടുകാർ. BJPക്കാരെ മാത്രമല്ല, ചാവക്കാട് കോൺഗ്രസ് നേതാവിനെ പോലും കൊന്നവരാണവർ. UDF പോപ്പുലർ ഫ്രണ്ട് സഖ്യം വരാൻ എന്ത് ഡീലാണ് നടന്നതെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കണം. വർഗീയ പാർട്ടിയായ മുസ്ലിം ലീഗുമായി കൂട്ടുകൂടിയാണ് രാഹുൽ ഗാന്ധി മതേതരത്വം പൂത്തുലയ്ക്കുന്നത്. അർബൻ നക്സലുകളുടെ സമരത്തിന് പിന്തുണ കൊടുക്കുന്നയാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് രാഹുൽ വിദേശത്തു പോയി ഇന്ത്യ വിരുദ്ധത പറയുന്നത്. LDFന് PFI UDF ബന്ധത്തിന്റെ കാര്യത്തിൽ നിലപാടില്ല. PFI വോട്ടിന് അവരും ആഗ്രഹിക്കുന്നുണ്ടെന്നും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു. ഒരു MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പൂർണ്ണ പരാജയമാണെന്ന വാദവും സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ ഉണ്ടായപ്പോഴും രാഹുൽ മണ്ഡലത്തിലെ ജനങ്ങളെ അവഗണിച്ചു. രാഹുൽ വന്നതിനേക്കാൾ കൂടുതൽ തവണ ആന വന്നിട്ടുണ്ടെന്നാണ് വയനാട്ടുകാർ തമാശയായി പറയുന്നത്. വിസിറ്റിംഗ് വിസയിൽ മണ്ഡലത്തിലെത്തുന്ന വ്യക്തിയാണ് രാഹുൽ. ആനി രാജയുടെയും കാര്യം വ്യത്യസ്തമല്ല. എന്നാൽ ഞാൻ എന്ന വ്യക്തി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് തന്നെ വയനാട്ടിലാണ്. ഏത് സമയത്തും ഏത് വിഷയത്തിലും ആളുകൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന അത്രയടുത്ത് അവർക്കിടയിൽ ഞാനുണ്ടാകും. രാഹുൽ ഗാന്ധി തീർച്ചയായും ഒരു വലിയ നേതാവാണ്. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, വിദേശത്തു പോലും സ്വാധീനമുള്ള നേതാവ്. അങ്ങനെയുള്ള ഒരു നേതാവിന് വയനാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒന്നും തന്നെ ചെയ്തില്ല. MP ഫണ്ട് പോലും പാഴാക്കുകയാണ് ചെയ്തത്. വയനാട്ടിൽ വലിയ തോതിൽ പ്രളയക്കെടുതിയുണ്ടായി, കോവിഡ് പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്തൊക്കെ ഒരു നാഥനില്ലാത്ത അവസ്ഥയായിരുന്നു വയനാട്ടിൽ. MP എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് രാഹുലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നേതാവ് പറഞ്ഞു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ BJP ദേശീയ നേതൃത്വം നിയോഗിക്കുന്നത്. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം എന്നത് കണക്കിലെടുത്ത് സഖ്യകക്ഷിയായ BDJSൽ നിന്നും സീറ്റ് തിരിച്ചെടുത്ത BJP മത്സരത്തിനായി കെ സുരേന്ദ്രനെ തന്നെ ചുമതലപ്പെടുത്തുകയായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മണ്ഡലത്തിലെ പ്രവർത്തകർ നിലത്തൊന്നുമല്ല. സംസ്ഥാനത്തിന്റെ മൊത്തം കാര്യങ്ങൾ കൂടി നോക്കേണ്ടതിനാൽ സുരേന്ദ്രൻ വലിയ തിരക്കിലാണ്. രാഹുലിന് നേരെ വിമർശനങ്ങളുമായി ചാടി വീഴുന്നതാണ് നേതാവിന്റെ പ്രധാന ജോലി.